സദൃശവാക്യങ്ങൾ അധ്യായം 9. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ജ്ഞാനം അതിൻ്റെ സ്വന്തം വീട് പണിതു, അതിന് 7 തൂണുകളും തീർത്തു. അത് ജ്ഞാനം മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലർത്തി അതിൻ്റെ മേശയൊരുക്കി. അത് തൻ്റെ ദാസരെ അയച്ച് നഗരത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, അല്പബുദ്ധിയായവൻ ഇവിടേക്ക് വരട്ടെ. വിവേകം കുറഞ്ഞവരോടത് പറയുന്നു, വരിക, എൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുക, ഞാൻ കളർത്തി വെച്ചിരിക്കുന്ന വീഞ്ഞിൽ നിന്നും പാനം ചെയ്യുക. മൂഢത വിട്ടകന്ന് ജീവിപ്പിൻ, വിവേകത്തിൻ്റെ പാതയിൽ കൂടെ പോകുവിൻ. ദുഷ്ടനെ ശാസിക്കുന്നവന് കിട്ടുന്നത് ലജ്ജയാണ്, ദുഷ്ടനെ ശാസിക്കുന്നവന് കിട്ടുന്നത് കുറയുമത്രേ. ദുഷ്ടൻ നിന്നെ വെറുക്കാതിരിക്കേണ്ടതിനായി അവനെ നീ ശാസിക്കരുത്. എന്നാൽ ഒരു ജ്ഞാനിയെ ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിക്ക് നീ അവസരം നൽകുക, അവൻ കൂടുതൽ വിജ്ഞാനാകും. നീതിയുള്ളവനെ പഠിപ്പിക്കുക, അവൻ പഠനത്തിൽ അഭിവൃദ്ധിപ്പെടും. ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം. അതുമൂലം നിന്റെ നാളുകൾ വർദ്ധിക്കും, നിനക്ക് ദീർഘായുസ്സുമുണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെയും നിന്റെ മിത്രങ്ങൾക്കും നീ ജ്ഞാനിയായിരിക്കും. അല്ല, നീ അധർമ്മിയെങ്കിലോ നീ നിന്നെ തന്നെ സഹിക്കേണ്ടിയും വരും. ഭോഷിയായവൾ അല്പബുദ്ധിയും ഒന്നും അറിവില്ലാത്തവളുമാകുന്നു. അവൾ നഗരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ അവളുടെ വീട്ടുവാതിൽക്കൽ ഇരിക്കുന്നു. നേരെ തങ്ങളുടെ വഴിയെ പോകുന്നവരെ അവൾ വിളിച്ചു പറയുന്നു, ബുദ്ധിഹീനരെ, ഇതിലെ വരുവിൻ. വിവേകമില്ലാത്തവരോട് അവൾ പറയുന്നു, കട്ടു കുടിക്കുന്ന വെള്ളത്തിന് മധുരമാണ്. രഹസ്യത്തിൽ തിന്നുന്ന അപ്പം രുചികരമത്രേ എന്ന്. ശക്തർ അവളുടെ അടുക്കൽ നശിക്കുമെന്നും അവളുടെ വിരുന്നുകാർ നരകത്തിൻ്റെ അഗാധത്തിനുമാണെന്ന് അവർ അറിയുന്നില്ല. നീ അവിടെ നിൽക്കരുതേ, അവിടെ നോക്കരുതേ. അന്യജലത്തിലും അന്യനദിയിലും നീ മാറിപ്പോകണം. അന്യജലം നീ കുടിക്കരുത്. ഇക്കാര്യം പാലിച്ചാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ.